അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള ഹിമായ ദർസിലെ പഠിതാക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് അവനിഷ്ടപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒരവസരം കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഇതിലൂടെ ഇഹലോകത്ത് സമാധാനവും പരലോകത്ത് സ്വർഗവും നേടിയെടുക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈയൊരു ഒരുമിച്ചുകൂടൽ അള്ളാഹു സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മുടെ ദർസിൽ നമ്മൾ പഠിക്കുന്നത് സമാധാനവും സുരക്ഷയും നൽകുന്ന 5 പ്രാർത്ഥനകളാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, പലപ്പോഴും നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് ബേജാറ്, ടെൻഷൻ, പേടി നമ്മുടെ മനസ്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും നമ്മൾ കാണുന്ന ന്യൂസ്, നമ്മൾ കാണുന്ന വീഡിയോസ്, അവിടെ നായ്ക്കൾ കുട്ടികളെ ആക്രമിച്ചത്, ആളുകളെ ആക്രമിച്ചത്, അതുപോലെ തന്നെ വ്യത്യസ്ത രോഗങ്ങൾ എന്ന് തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ, പ്രതിസന്ധികളൊക്കെ കാണുമ്പോൾ പടച്ചോനെ, എന്നെ ഇത് ബാധിക്കുമോ, എൻ്റെ മക്കളെ ഇത് ബാധിക്കുമോ, ഞാൻ അത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുമോ എന്ന ഒരു പേടി, ബേജാറ് സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളാണ്. എന്നാൽ അവിടങ്ങളിലൊക്കെ പൊതുവിൽ ആളുകൾ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ, അവരൊക്കെ ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വളരെ ശ്രദ്ധ കൊടുക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അപകടങ്ങളിൽ പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൗതികമായിട്ട് എന്തൊക്കെ പ്രൊട്ടക്ഷൻ വേണോ അതൊക്കെ ആളുകൾ ചെയ്യാൻ റെഡിയാണ്. ആരോഗ്യ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം കൊടുത്താൽ ചിലപ്പോൾ ആ നിർദ്ദേശം പാലിക്കാനും പോലും റെഡിയായിരിക്കും. പക്ഷേ നമ്മൾ ഭൗതികമായ സുരക്ഷ സ്വീകരിക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഇസ്ലാമികമായ ചില പ്രാർത്ഥനകളുണ്ട്. അതിന് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ എത്ര വില കൊടുക്കുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു റസിയ മാമിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കണമെന്ന് ചാറ്റ് ബോക്സിൽ കണ്ടതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പരസ്പരം ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പേടി, ഈ ഒരു ബേജാറ്, എൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ സന്താനങ്ങളെ ബാധിക്കോ, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടോ, എൻ്റെ വീട്ടിൽ കള്ളം കയറുമോ, ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തെല്ലാം ടെൻഷനും ബേജാറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ, അതിന് ഇസ്ലാം നൽകുന്ന വലിയ ഒരു ആശ്വാസമാണ്, സമാധാനമാണ് ശരിക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളിൽ സുരക്ഷ ലഭിക്കുമെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത
പ്രത്യേകം എടുത്തു പറഞ്ഞ ചില 5 പ്രാർത്ഥനകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് 5 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന, ഇത് ഞാൻ പ്രാർത്ഥനകൾ പറയുമ്പോൾ നമുക്ക് 2 മാനസികാവസ്ഥയിൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒന്നാമത്തേത്, ഇതല്ലേ, ഇതിപ്പോൾ എനിക്ക് അറിയണതാണ്, ഇതല്ലേ, ഇതിപ്പോൾ ഞാൻ ചൊല്ലണതാണ്, ഇതെനിക്കറിയാം എന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും അതിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ തടസ്സമാകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും ബ്ലാങ്ക് മൈൻഡുമായിട്ട് ഇരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പിശാച് അതിനെ ചെറുതാക്കി കളയുക എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട സംഗതിയാണ്. കാരണം ദീനിയായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തിൽ കേട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട, പഠിച്ചോനെ ഇത് ഞാൻ ചൊല്ലിയിട്ട് എനിക്കെന്താ റിസൾട്ട് ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ വിശ്വാസത്തിൽ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ കേൾക്കുമ്പോൾ അത് പൂർണ്ണമായും അത് നമ്മുടെ മനസ്സുകൊണ്ടും കാതുകൊണ്ടും കേൾക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തേത്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മളത് ചൊല്ലുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തേത്. നമ്മൾ പുനഃപരിശോധിക്കേണ്ട സംഗതികളാണ് ഞാൻ പറയണത്. മൂന്നാമത്തേത്, ഇത് എനിക്കറിയാം, ഇത് ഞാൻ ചൊല്ലുന്നുമുണ്ട് എന്നാണെങ്കിൽ ഇത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ദൃഢവിശ്വാസത്തോടു കൂടെയാണോ നമ്മൾ ചൊല്ലുന്നത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം നമ്മൾ ആലോചിക്കേണ്ട സംഗതി. ഈ 3 കാര്യങ്ങളും ഇഖ്ലാസോടെ, ദൃഢവിശ്വാസത്തോടെ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ചൊല്ലേണ്ട സമയങ്ങളിൽ കൃത്യമായി ചൊല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക. ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഉപകാരപ്പെടൂല. ശരിക്കും മനസ്സിലാക്കണം. കുറേ ആളുകൾക്ക് അറിയാന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നണ വലിയൊരു പ്രശ്നമായിട്ട് ഉള്ളത്. പക്ഷേ പകർത്തുന്നില്ല, എന്നിട്ട് ഈ ടെൻഷനും ബേജാറൊക്കെ വെച്ച് പോവുക. അതുകൊണ്ടാണ് നമുക്ക് ദീന് ശരിക്കും ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ പ്രത്യേകം പറയുന്നത്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, ഇൻഷാ അല്ലാഹ് ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള എല്ലാ പരിഹാരവും അള്ളാഹുവിൻ്റെ ദീനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുരക്ഷ ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന 5 പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ പ്രാർത്ഥന, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥന, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ അതിൻ്റെ ഒരു ഹദീസുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മോനാണ്, അദ്ദേഹം പറയണ്, പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, എന്താ പ്രാർത്ഥന? ബിസ്മില്ലാ. പ്രാർത്ഥന എന്താണ്? ബിസ്മില്ലാ, അള്ളാന്റെ നാമത്തിൽ, അല്ലദീ ലാ യദുറു മഅസ്മിഹി, അവന്റെ നാമത്തോടൊപ്പം ഉപദ്രവം ചെയ്യുകയില്ല, ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, ആകാശത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ ഒന്നിനും ഒരു ഉപദ്രവവും ചെയ്യാൻ പറ്റൂല, വഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ബിസ്മില്ലാഹില്ലദീ
ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇത് ആരെങ്കിലും 3 തവണ സലാസ മറാത്ത് 3 തവണ ചൊല്ലാണ്, എപ്പോ? പ്രഭാതത്തിൽ ചൊല്ലാണ് എങ്കിൽ ലം തുസിബുഹു, അവനെ ബാധിക്കുകയില്ല, ഫജ്അതു ബലാഇൻ, പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ അവനെ ബാധിക്കൂല, ഹത്ത യുസ്ബിഹ്, പ്രഭാതമാകുന്നത് വരെ. അഥവാ പ്രഭാതത്തിലാണ് ഒരാൾ ചൊല്ലുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വമൻ ഖാലഹ ഹീന യുസ്ബിഹു സലാസ മറാത്ത് ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്ത യുംസിയ. പ്രഭാതത്തിൽ ആണ് ഇത് 3 തവണ ചൊല്ലുന്നതെങ്കിൽ പ്രദോഷം വരെ, വൈകുന്നേരം വരെ അവനെ പെട്ടെന്നുള്ള പരീക്ഷണം ബാധിക്കുകയില്ല. രണ്ടാമത്തത്, വൈകുന്നേരമാണ് ഒരാൾ 3 തവണ ചൊല്ലുന്നതെങ്കിൽ പ്രഭാതം വരെ അവനെ ആ രീതിയിൽ ഒന്നും ബാധിക്കുകയില്ല. നിങ്ങൾ നോക്കി, അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം മൊത്തം രാത്രിയും പകലും ഒക്കെ അതിൽ ഉൾപ്പെട്ടു. രാവിലെ സുബഹിക്ക് ശേഷം 3 തവണ ഇത് ചൊല്ലുക, അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷം 3 തവണ ഇത് ചൊല്ലുക. അത് നമ്മൾ ചൊല്ലുക, നമ്മുടെ മക്കളെയൊക്കെ ശീലിപ്പിക്കേണ്ട സംഗതിയാണ്. മക്കളെയൊക്കെ പിന്നെ നമ്മുടെ മക്കളോടൊക്കെ ഇതുപോലെ നായ്ക്കളെ കുറിച്ചൊക്കെ ഒലിക്ക് ബേജാറുണ്ടാവും. ആ സമയത്ത് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സംഗതികൾ, ഉദാഹരണങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി അത് ചൊല്ലാനുള്ള ഒരു ആവേശം, യഥാർത്ഥത്തിൽ പ്രേരണ ഉണ്ടാകും. മഹാനായ അബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറയണം, അദ്ദേഹത്തിന് ഫാലിജ് ബാധിച്ചു. ഫാലിജ് പറഞ്ഞാൽ തളർവാദം, ഒരു ഭാഗം തളർന്നു പോകുന്ന രോഗം അദ്ദേഹത്തിന് ബാധിച്ചു. അപ്പോൾ ഈ ഹദീസ് ഇദ്ദേഹത്തിൽ നിന്ന് കേട്ട വ്യക്തി അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ അങ്ങനെയൊന്നും ബാധിക്കൂല, പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണല്ലോ, ആ ഹദീസ് നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തത് എന്ന അർത്ഥത്തിലാണ് നോക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ഈ നോക്കുന്ന വ്യക്തിയോട് പറയുന്നുണ്ട്, മാലക തെന്തുറൂയില്ലേ, എന്താണ് ഈ എന്നെ ഇങ്ങനെ നോക്കണത്? ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വാപ്പാന്റെ പേര് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു കളവ് പറഞ്ഞത് സത്യമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ വലാകിന്നൽ യൗം അല്ലദീ അസാബനി ഫീഹി മാ അസാബനി, എനിക്കിങ്ങനെ ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഗളിബ്തു, ഞാൻ അന്ന് ഒരു കാര്യത്തിൽ ദേഷ്യം പിടിച്ചപ്പോൾ ഫനസീതു അൻ അഖൂലഹ, ഞാൻ അന്ന് ആ ദിവസം ഇത് പ്രാർത്ഥിക്കാൻ ഞാൻ മറന്നുപോയി, അന്നാണ് എന്നെ ഇത് ബാധിച്ചത്. ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന വാചകങ്ങളാണ്. അതോ ചൊല്ലാൻ മറന്ന ദിവസമാണ് എന്നെ ഇത് ബാധിച്ചത്. നിങ്ങൾ നോക്കി, എത്ര ദൃഢവിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ഹദീസുകളാണ്, എത്ര പ്രതീക്ഷ നൽകുന്ന ഹദീസുകളാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഹദ ഖബറുൻ സഹീഹുൻ, ഇത് ശരിയായ ഹദീസാണ്, ഈ പറഞ്ഞത് കാര്യം ശരിയാണ്. വഖൗലുൻ സാദിഖ്, ഇത് സത്യസന്ധമായ വർത്തമാനമാണ്. ഇത് നമുക്ക് പ്രമാണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, ജീവിതം കൊണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയണം. ഞാൻ ഈ ഹദീസ് കേട്ടത് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പകർത്തിയിട്ടുണ്ട്, ഞാൻ അത് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നും ഫലം യദുറനി ഷൈഉൻ, എന്നെ ഒന്നും, ഒരു പ്രയാസവും ആ നിലയ്ക്ക് എന്നെ ബാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എന്നെ അഖറബ് ഫലദഗതനി അഖറബിൽ മദീനത്തി ലൈലൻ, മദീനയിൽ വെച്ച് രാത്രി ഒരു ദിവസം എന്നെ തേള് കടിച്ചു, ഒരു ദിവസം തേള് കടിച്ചു. അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഫതഫക്കർതു ഫഇദാ അന ഖദ് നസീതു അൻ അതഅവദ ബിതിൽകൽ കലിമാത്ത്, അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് അന്ന് വൈകുന്നേരം ശരിക്കും ഞാൻ ഈ ദിക്റുകൾ ചൊല്ലിയിരുന്നില്ല. നോക്കി, ഇതിൽ വിശ്വാസം സമർപ്പിച്ച മഹാന്മാരായ മുൻഗാമികൾ, അവരൊക്കെ എത്ര ഗൗരവത്തിലാണ് അദ്കാറുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഭൗതികമായിട്ട് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ എത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ വാതിലടച്ചിട്ടില്ലേ ശരിക്കും നോക്കും, കുറ്റിയിട്ടിട്ടില്ലേ നോക്കും, പോയി കടന്നിട്ട് പിന്നെ വന്നു. അതൊക്കെ അത്ര സൂക്ഷ്മത നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ടോ? അത്തരമൊരു വിശ്വാസം നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇതാണ് ഒന്നാമത്തത്. അത് ഞാൻ പറഞ്ഞത്, ഇത് നമ്മളും നമ്മുടെ മക്കൾക്കും ഒക്കെ, ഇസ്ലാം പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഫിത്നകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
ഒരുപാട് അപകടങ്ങൾ നമ്മൾ കേൾക്കുന്ന കാണുന്ന കാലഘട്ടമാണ്. അവിടെ കുറേ ബേജാറാകുക എന്നതിൻ്റെ അപ്പുറത്ത് റഹ്മാനായ റബ്ബിൽ നമ്മൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു വാചകം നോക്കി, നിങ്ങൾ ഭയങ്കര പ്രതീക്ഷ നൽകുന്ന വാചകം. എന്താണ് നമ്മൾ ആ ഹെഡിങ്ങിൻ്റെ അങ്ങനെ കൊടുക്കാൻ കാരണം? ബിസ്മില്ല, അള്ളാന്റെ നാമത്തിൽ. ബിസ്മില്ല, അള്ളാന്റെ നാമത്തിൽ. അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, ഒന്നും ഉപദ്രവം ചെയ്യൂല. ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ, ഒന്നും അള്ളാന്റെ നാമത്തോടൊപ്പം ഒരു ഉപദ്രവം വരുത്ത ഒന്നിനും പറ്റൂല. ഫിൽ അർളി വലാ ഫിസ്സമാ, ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ. അല്ലേ, നമുക്ക് എവിടുന്നാണ് ഒന്നുകിൽ ഭൂമിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ എവിടുന്നും ഒരു പ്രയാസം വരൂല എന്നുള്ളത് ആരാ പറയുന്നത്? മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ക്ലിയർ ആണെന്നെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ പ്രാർത്ഥന, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ ശീലിക്കേണ്ട പ്രാർത്ഥന, നമ്മളെ മക്കളെ ശീലിപ്പിക്കേണ്ട പ്രാർത്ഥന. ബിസ്മില്ല, അള്ളാന്റെ നാമത്തിൽ. നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, നമുക്കറിയാം. അള്ളാന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കണം, പടച്ചോനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. വേറെ ഒന്നിലുമല്ല നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ പല സംഗതികളിലും ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്, പല ജാറങ്ങളിൽ ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നമ്മൾ ഏൽപ്പിക്കണ എവിടെയാണ്? അള്ളാഹുവിലാണ് നമ്മൾ തവക്കുലാക്കുന്നത്. വല ഹൗല വല ഖുവത ഇല്ലാ ബിൽ, അള്ളാനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശേഷിയുമില്ല, യാതൊരു ശക്തിയും കിട്ടാനില്ല. എല്ലാ നിലക്കും നമുക്കിതിനുള്ള ശക്തിയും പ്രൊട്ടക്ഷനും ഒക്കെ നൽകുന്നത് നമ്മുടെ റബ്ബാണ്. ആ റബ്ബിനോട് ഏൽപ്പിച്ചു പോകുമ്പോൾ എന്തൊരു സമാധാനമാണ്, എന്തൊരു സമാധാനത്തോടു കൂടിയാണ് നമ്മൾ പോണത്. മക്കള് അത് ചൊല്ലിപ്പോകുമ്പോൾ എന്തൊരു സമാധാനമാണ്, നമുക്കും പ്രതീക്ഷയാണ്, നമുക്കും അവർ അത്തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഒരു സുരക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇദാ ഖറജ മിൻ ബൈതിഹി, പ്രവാചകൻ പറയണം, ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇപ്രകാരം ചൊല്ലിയാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ, യുഖാലു ലഹു, അവനോട് പറയപ്പെടും, ഹുദീത, നിനക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, നീ ഇത് പ്രാർത്ഥിച്ചില്ലേ, അപ്പോൾ കുഫീത, നിനക്കിത് മതിയായതാണ്, ഈ പ്രാർത്ഥന തന്നെ മതിയായതാണ്. വഖീത, നിനക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്, സുരക്ഷ കിട്ടിയിട്ടുണ്ട്. വതനഹ അൻഹു ശൈത്താൻ, അവനെ തൊട്ട് പിശാജ് മാറിപ്പോകും ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, പിശാജ് അവൻ്റെ കൂട്ടാളികളോട്, ഇത് ചൊല്ലിയിട്ട് ഒരാൾ പുറത്തിറങ്ങുമ്പോൾ പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയ ഒരാളെ നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുക? അവന് ഹിദായത്ത് കിട്ടിയിട്ടാണ് അവൻ പോണത്, അവന് പ്രൊട്ടക്ഷൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട്, പിന്നെ എങ്ങനെ നിനക്ക് തെറ്റിക്കാൻ പറ്റുമെന്ന് പിശാച് അവൻ്റെ കൂട്ടാളികളോട് പറയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നമ്മുടെ മനസ്സിൽ വരണം. ഞാനിപ്പോൾ പ്രൊട്ടക്ഷനിലാണ് ഞാൻ ഇറങ്ങുന്നത്, അൽഹംദുലില്ലാ, എൻ്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കാതുകൊണ്ട് ഈ വാചകം കേട്ടിട്ടില്ലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ട് നമ്മുടെ കാതുകളിൽ കേൾക്കണം. ഹുദീത കുഫീത വഖീത, അതാ പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായോ? പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാചകം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് വരണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാ, അള്ളാന്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. വല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ, അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ശേഷിയുമില്ല. ഇതാണ് രണ്ടാമത്തത്. ഓക്കെ, രണ്ടാമത്തെ പ്രാർത്ഥന. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം.
ഓക്കെ. മൂന്നാമത്തത്, അത് വീട് വിട്ടിറങ്ങുമ്പോഴാണ് രണ്ടാമത്തെ പ്രാർത്ഥന ചൊല്ലാൻ. മൂന്നാമത്തത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ഞാൻ ഹദീസ് കാണിക്കാം ആദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദഉ ഹൗലാഇ ദഅവാത്. റസൂലുള്ള ഒരിക്കലും ഉപേക്ഷിക്കാത്ത പ്രാർത്ഥന. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിക്കാത്ത പ്രാർത്ഥന. എപ്പോ? ഹീന യുംസി വഹീന യുസ്ബി, പ്രഭാതത്തിലും പ്രദോഷത്തിലും, അഥവാ രാവിലെയും വൈകുന്നേരം. രാവിലെ ചൊല്ലേണ്ടത് സുബഹിക്ക് ശേഷം, പിന്നെ വൈകുന്നേരം ചൊല്ലേണ്ടത് അസറിന് ശേഷം. ഏതാണ് ആ പ്രാർത്ഥന? നമ്മൾ സുബഹിസ്കാരത്തിന് ശേഷം, അസർസ്കാരത്തിന് ശേഷം നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നിങ്ങളിത് കാണുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത്ത ഫിദ്ദുനിയ വൽ ആഖിറ. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത്ത എന്നുണ്ട് കേട്ടോ. രണ്ട് രീതിയിലും വന്നിട്ടുണ്ട്. ഓക്കെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത്ത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, നിന്നോട് ഞാൻ വിട്ടുവീഴ്ചയെ ചോദിക്കുന്നു ദുനിയാവിലും പരലോകത്തും. അതേപോലെ തന്നെ ആഫിയത്തിന്, സൗഖ്യത്തെ ഞാൻ ചോദിക്കുന്നു. എല്ലാ നിലക്കും എനിക്ക് സൗഖ്യം എൻ്റെ ജീവിതത്തിൽ എഹത്തിലും പരത്തിലും നൽകണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത്ത ഫീ ദീനി. അല്ലാഹുവേ, വീണ്ടും ചോദിക്കണേ, എനിക്ക് വിട്ടുവീഴ്ചയെ നൽകണേ, എനിക്ക് ആഫിയത്തിന്, സൗഖ്യത്തെ നൽകണേ. ഫീ ദീനി, എവിടെ? എൻ്റെ ദീനിൽ. ശരിക്കും കേട്ടോളൂ, എൻ്റെ ദീനിൽ. പണ്ഡിതന്മാർ വിശദീകരിച്ച വിശദീകരണം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഫീ ദീനി, എൻ്റെ ദീനിൽ. അതേപോലെ തന്നെ വദുനിയായ, എൻ്റെ ദുനിയാവിൽ. വ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ. അതിലൊക്കെ പ്രൊട്ടക്ഷൻ ചോദിക്കുകയാണ്. അതിലൊക്കെ ആഫിയത്ത്, സൗഖ്യം തരണേ പഠിച്ചോനെ. എൻ്റെ കുടുംബത്തിന് സൗഖ്യം നൽകണേ. അവരെ ഉപദ്രവിക്കണ അവസ്ഥ ഉണ്ടാകരുതേ. അവർ ഫിത്തിനകളിൽ അകപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതേ. വമാലി, എൻ്റെ സമ്പത്ത് അപഹരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതേ. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അല്ലാഹുവേ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണേ. നമുക്കൊക്കെ പോരായ്മകൾ ഉണ്ടാവും, ന്യൂനതകൾ ഉണ്ടാവും, അതൊക്കെ മറച്ചു വെക്കണേ. വ ആമിൻ റൗആത്തി, അല്ലാഹുവേ, എൻ്റെ പേടി, എൻ്റെ ഭയം, അത് മാറ്റി നീ എനിക്ക് നിർഭയത്വം നൽകണേ. ആമീൻ, നിർഭയത്വം നൽകണേ. റൗആത്തി, എൻ്റെ പേടി മാറ്റി എനിക്ക് നീ നിർഭയത്വം നൽകണേ. പിന്നെ അല്ലാഹുമ്മ ഹ്ഫദ്നി, അല്ലാഹുമ്മ ഹ്ഫദ്നി, പഠിച്ചോനെ പ്രൊട്ടക്ഷൻ നൽകണേ. മിൻ ബൈനി യദയ്യ, എൻ്റെ മുന്നിൽ എനിക്ക് നീ പ്രൊട്ടക്ഷൻ നൽകണം. മുന്നിൽ നിന്ന് ഒരു അപകടം, പ്രയാസം വരരുതേ. വമിൻ ഖൽഫി, എൻ്റെ പിന്നിൽ പ്രൊട്ടക്ഷൻ നൽകണേ. വഅൻ യമീനി, എൻ്റെ വലതുഭാഗത്ത്. വഅൻ ഷിമാലി, എൻ്റെ ഇടതുഭാഗത്ത്. വമിൻ ഫൗഖി, എൻ്റെ മുകളിൽ നിന്ന്. വഅഊദു ബിഅളമതിക നുഗ്താല മിൻ തഹ്തി, എൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ ചതിക്കപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വം മുൻനിർത്തി ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അഥവാ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഈ താഴ്ഭാഗത്തു നിന്ന് പോലും ഭൂകമ്പങ്ങൾ വരെ, പണ്ഡിതന്മാരെ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഭൂകമ്പങ്ങൾ വരെ, ആഴ്ചലുകൾ, ചില സമൂഹത്തിലെ കാറൂന്യെ പോലെയുള്ള ആളുകളെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കുകയാണ്. ഭൂമിയിലിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? ചില ആളുകളെ ആകാശത്തിൽ നിന്നാണ് ചില വിഭാഗങ്ങളെ ശിക്ഷിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രൊട്ടക്ഷൻ ചോദിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ അപകടങ്ങളും പ്രയാസങ്ങളും നമ്മളെ ആ വശങ്ങളിൽ നിന്നെല്ലാം പഠിച്ചോനെ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇതിൻ്റെ അർത്ഥം വെറുതെ നമ്മൾ ചൊല്ലിയല്ല. ഇതിൻ്റെ അർത്ഥം നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന, കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകളാണ്. നമ്മുടെ ഹിമായുടെ യൂട്യൂബ് ചാനൽ ഈ പ്രാർത്ഥനകളോടൊക്കെ, കുറച്ച് പ്രാർത്ഥനകൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ അർത്ഥവും വിശദീകരണവും പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മൾ പിന്നെ ചൊവ്വാഴ്ചകളിൽ അത് നമ്മൾ ചെയ്യാറുണ്ട്. പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് പ്രൊട്ടക്ഷനാണ് ചോദിക്കുന്നത്. എല്ലാ നിലക്കും പിശാചിൽ നിന്നടക്കമുള്ള പ്രൊട്ടക്ഷൻ ഇതിലൂടെ കിട്ടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് മൂന്നാമത്തത്. ഓക്കെ, 3 ക്ലിയർ ആണെങ്കിൽ 4 എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ പിന്നെ ഓടിച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാകാത്ത ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. നമ്മൾ ഈ സംഗതി യൂട്യൂബിലും വരും, നമ്മളെ ഗ്രൂപ്പിലും വരും കേട്ടോ. ഗ്രൂപ്പിൽ ഈ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കേണ്ട ആളുകൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം. നമ്മൾ പിന്നെ 40-ന് ജമാഅത്ത് ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കണം ഇൻഷാ അല്ലാഹ്.
നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലുള്ള വാചകം പറയണത്, ഒരു രാത്രി, മഴയുള്ള ഒരു രാത്രി, ഒരു സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, താങ്കൾ പറയുക ഖുൽ. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഞാൻ എന്താ പറയേണ്ടത്? അപ്പോൾ വീണ്ടും പ്രവാചകൻ പറയുന്നുണ്ട് ഖുൽ. പ്രവാചകരെ ഞാൻ എന്താ പറയും? 3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ. എന്താ പറയേണ്ടത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതുക. മുഅവ്വിദതൈൻ, മുഅവ്വിദതൈൻ എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്, അഥവാ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ 3 സൂറത്തുകൾ നീ ഓതണം. ഹീന യുംസി വതുസ്ബിഹു, പ്രഭാതമാകുമ്പോഴും പ്രദോഷമാകുമ്പോഴും. സലാസ മറാത്ത്, 3 തവണ. അങ്ങനെ നീ ഓതുകയാണെങ്കിൽ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാ ഉപദ്രവത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നിനക്ക് പ്രൊട്ടക്ഷനായിട്ട് അത് മതി. തക്ഫീക്, നിനക്ക് അത് മതി. മിൻ കുല്ലി ഷൈ, എല്ലാറ്റിൽ നിന്നും. അപ്പം നമ്മൾ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷം അസർ നിസ്കാരത്തിന് ശേഷം 3 തവണ ഈ സൂറത്ത് ഓതണം. സാധാരണഗതിയിൽ ഫർള് നിസ്കാരത്തിന് ശേഷം 1 തവണ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലാറുണ്ട്, സൂറത്തുൽ ഫലഖ് ചൊല്ലാറുണ്ട്, സൂറത്തുൽ നാസ് ചൊല്ലാറുണ്ട്. അത് സാധാരണ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള സംഗതിയാണ്. ഇത് പ്രഭാത പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പ്രദോഷ പ്രാർത്ഥനയായിട്ട് പറഞ്ഞ സംഗതിയാണ്. അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഫലമാണ് ശരിക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ശീലമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ കുറച്ച് സമയം നമുക്ക് ചെലവഴിച്ചാൽ മതി, ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. അതാണ് നാലാമത്തത്. ഓക്കെ, 4 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. 5-മത്തത് അൽ ആയത്താനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. മൻ ഖറഅഹുമാ, ആരെങ്കിലും അവ രണ്ടും ഓതുകയാണ് എങ്കിൽ, ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ ഓതുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ രാത്രിയാണ് നമ്മൾ ചൊല്ലേണ്ടത്. സൂറത്തു ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്. കഫതാഹു, അങ്ങനെ ചൊല്ലി എന്താ കിട്ടുക? കഫതാഹു, അവന് അത് മതിയായതാണ്. ചില ഹദീസുകളിൽ പിശാജ് അവനോട് അടുക്കുകയില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പിശാജിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കൂടിയാണ് ഈ നേരത്തെ പറഞ്ഞ സൂറത്തുകളും പ്രാർത്ഥനകളൊക്കെ. പിശാജിൽ നിന്നും പ്രൊട്ടക്ഷനാണ്, ഭൗതികമായിട്ടും പ്രൊട്ടക്ഷനാണ്. മനസ്സിലായോ? എല്ലാ നിലക്കും നമുക്ക് ശരിക്കും ഇതൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുകയാണ്. ആമന റസൂൽ, അതാണ് ഈ 2 ആയത്തുകൾ. സൂറത്തു ബഖറയിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്ത്, 285-ാമത്തെ ആയത്തും 286-ാമത്തെ ആയത്തും, ആമന റസൂലു ഉൻസില എന്നുള്ള തുടങ്ങുന്ന ആയത്ത്. ഓക്കെ, ആ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശദീകരണം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് ആയത്തിൽ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതേപോലെ സൂറത്തുകളുടെ, ചെറിയ സൂറത്തുകളുടെ, നമ്മൾ സാധാരണ ഓതുന്ന ശീലമാക്കുന്ന നിസ്കാരത്തിലൊക്കെ ഓതുന്ന ചെറിയ സൂറത്തുകൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അതും നമുക്ക് കൊണ്ടുവരാം. കർമ്മ വിഷയങ്ങൾ, അഖീദ വിഷയങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഇൻഷാ അല്ലാഹ് ഒരു ഫോം നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം വിചാരിക്കുന്നുണ്ട്. ആ ഫോം എന്ത് ചെയ്യുക? ആ ഫോമുകൾ നിങ്ങൾക്ക് പഠിക്കണം, ദീനിയായിട്ട് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് പൂരിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒന്ന് കറക്റ്റ് മെൻഷൻ ചെയ്യണം, അഥവാ ചെറിയതായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ പറഞ്ഞു പോകരുത്, അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഓക്കെ, ഒന്ന് വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതും കൂടി നമുക്ക് പൊതുവിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടോപ്പിക്കുകളാണെങ്കിൽ അതും കൂടി നമുക്ക് പരിഗണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം 5-മത്തത് എന്താണ്? ആമന റസൂലു ചൊല്ലുക എന്നുള്ളതാണ്. ആമന റസൂലു അത് രാത്രി നിസ്കാരത്തെ തൊട്ട് മതിയായതാണ്. കഫത്താഹു എന്ന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷനായിട്ട് അവൻ അത് മതിയായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3-മത്തെ വിശദീകരണം, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവന് സുരക്ഷയായിട്ട് അത് മതിയായതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ
ശീലമാക്കി അള്ളാഹുവിൽ വിശ്വാസം സമർപ്പിക്കും ഇൻഷാ അല്ലാ, നമുക്ക് മനസ്സിക്ക് വല്ലാത്ത സമാധാനം. നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മനസ്സിക്ക് വല്ലാത്ത സമാധാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പക്ഷെ അത് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ ഹിമായുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം.